PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് 10ാം ക്ലാസ്സുകാരുടെ ഹിന്ദിയാണ് എടുക്കുന്നത്. ഹിന്ദി യൂണിറ്റ് 2 എല്ലാവർക്കും അറിയാം അല്ലെ. യൂണിറ്റ് 2ലെ ഫസ്റ്റ് ലെസൺ ആണ് ഐ ആം കലാം കെ ബഹാനി. ഇത് ആര് എഴുതിയതാന്ന് പറഞ്ഞത് നമ്മള് മിഹിർ പാണ്ഡെ എഴുതിയതാണ്. മിഹിർ പാണ്ഡെ ഇത് എഴുതാനുള്ള കാരണം തുടക്ക ഭാഗം അയാളുടെ ചൈൽഡ്ഹുഡ് ആണ് പറയുന്നത്. പക്ഷെ ഇതൊരു ഫിലിമി ലേഖാണ്. ഒരു ഫിലിമിനെ നിരൂപണം ചെയ്യാണ്. ഏത് ഫിലിമാണ്? ഐ ആം കലാം എന്ന് പറയുന്ന നീൽ മാധവ് എഴുതിയ ഈ സിനിമയെ അതിനെ നിരൂപണം ചെയ്യാണ്. അത് കണ്ടപ്പോ അതിൽ 2 കുട്ടികൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. ആരൊക്കെയായിരുന്നു? കലാം എന്ന് പറയുന്ന കുട്ടിയും, കലാം ഇൻവേർട്ടഡ് കോമയിലാണ് കേട്ടോ, അവന്റെ പേര് അതല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൻ സ്വയം സ്വീകരിക്കുകയാണ് കലാം എന്നുള്ള പേര്. ആ കലാം എന്ന് പറഞ്ഞ കുട്ടിയും പിന്നെ ആരാണ്? രൺ വിജയ് എന്ന് പറയുന്ന കുട്ടിയും. രണ്ടുപേരും തമ്മിലുള്ള സ്വഭാവത്തിന്റെ ആ വ്യത്യാസങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നു. ആ ഇത് കണ്ടപ്പോഴാണ് അവന് എന്തോ ഓർമ്മ വന്നത്? അവന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നത്. മിഹിറും അവന്റെ കൂട്ടുകാരും ഇതുപോലെ തന്നെ കലാമും രൺവിജയും പോലെ തന്നെ മിഹിർ ഔർ പാണ്ഡെ മോർപാൽ, മിഹിർ പാണ്ഡെയും മോർപാലും രണ്ടുപേരുമാണ് കേട്ടോ. അതില് മിഹിർ എന്ന് പറഞ്ഞാൽ ഇത്തിരി സമ്പന്നമായിട്ടുള്ള കുടുംബത്തിലാണ്. കുറെ എക്സാമ്പിൾസ് നമ്മളിവിടെ പറഞ്ഞിരുന്നു. ആ ഭാഗത്തില് മിഹിർ സ്കൂളിൽ പോകാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഒരു ദിവസം മുടക്ക് ദിവസം കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ് മിഹിറിന്. മിഹിറിനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം, തുള്ളിച്ചാടി സന്തോഷിച്ചു നടക്കുന്ന മിഹിർ. അതേസമയം മോർപാലിന്റെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര, സ്കൂളില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. സ്കൂളില്ലാത്ത ദിവസം. മിഹിറിന് സ്കൂൾ ഉള്ള ദിവസമാണ് ദേഷ്യമെങ്കിൽ മോർപാലിന് സ്കൂൾ ഇല്ലാത്ത ദിവസമാണ് ദേഷ്യം, ഇഷ്ടമില്ലാത്തത്. അതുപോലെ തന്നെ പറഞ്ഞു യൂണിഫോം ധരിക്കലും മിഹിറിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. മോർപാലാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പക്ഷെ അതിന് രണ്ടിനും കാരണം ഉണ്ടായിരുന്നു കേട്ടോ. ആ റീസൺ നമ്മളോട് പറഞ്ഞിരുന്നു. എന്തായിരുന്നു കാരണം? മിഹിറിന് ഇതിനേക്കാൾ നല്ല ഡ്രസ്സ് കുറെ ഉണ്ടായിരുന്നു. വില കൂടിയ ഡ്രസ്സുകള്. ഷഹറിൽ പോയിട്ട്, പട്ടണത്തിൽ പോയിട്ട് വലിയ കടകളിൽ നിന്ന് നല്ല ഡ്രസ്സ് അവനുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് യൂണിഫോം ദേഷ്യമാവും. ആ നല്ല ഡ്രസ്സ് ധരിക്കാനായിരിക്കും ഇഷ്ടമുണ്ടാവുക. പക്ഷേ മോർപാലിനെ സംബന്ധിച്ച് മോർപാലിന്റെ ഏറ്റവും നയാ വസ്ത്രം ഏതാണ്? ഈ കാക്കി नील और काकी यूनिफॉर्म ആണ്. इसलिए उसने तो काकी यूनिफॉर्म पहना, नील और काकी यूनिफॉर्म पहना बहुत पसंद करता है क्योंकि वह तो नया वस्त्र है. അതാണ് അവനെ സംബന്ധിച്ച് പുതിയ ഡ്രസ്. അതുകൊണ്ട് അവന് അത് ഇഷ്ടമായിരുന്നു. ഇനി സ്കൂളിൽ പോകുന്ന കാര്യത്തിലും കാരണം ഉണ്ടായിരുന്നു ഇല്ലേ. മോർപാലിനെ സ്കൂൾ जाना तो वह पसंद करता था. स्कूल नहीं होने का दिन, that is the रविवार का दिन, वह അവനിഷ്ടമുണ്ടായിരുന്നോ? വഹ് പസന്ത് നഹി കർത്താ താ. ക്യോങ്കി എന്തുകൊണ്ടാണ് മോർപാൽ സ്കൂളിൽ പോകാത്ത ദിവസം എന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ ചുട്ടിക്കാർ ദിൻ वह पसंद नहीं करता था क्योंकि घर में रहने पर बहुत काम करना पड़ता है अല്ലേ. വീട്ടിൽ നിന്നാലാണ് ഒരു കുട്ടി എന്ന നിലയിൽ അവന് കളിക്കാനോ പഠിക്കാനോ പറ്റില്ല. വീട്ടിലിരിക്കുന്ന ദിവസം അവന് ഭയങ്കരമായിട്ട് ജോലി ചെയ്യണം. കേക്കിൽ പോയിട്ട്, പാടത്ത് പോയിട്ട് ജോലി ചെയ്യണം, വീട്ടിലെ ജോലി ചെയ്യണം. എന്നുവെച്ചാൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സ്കൂളിലാണ്. അവനൊരു കുട്ടി എന്ന നിലയിൽ അവന് സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന സ്ഥലം സ്കൂളാണ്. അതുകൊണ്ടാണ് അവൻ സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അവര് രണ്ടുപേരെ കുറിച്ച് പറഞ്ഞു. പിന്നെ അവന്റെ ചോറ്റുപാത്രത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു അല്ലെ. കിട്ടിയതല്ലേ ഇതൊക്കെ? ഇനിയാണ് നമ്മൾ സിനിമയിലേക്ക് കടന്നിരുന്നു. ഐ ആം കലാം എന്ന് പറയുന്ന സിനിമയിലും 2 കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആരൊക്കെ 2 കുട്ടികള്? കലാമും രൺവിജയും. അവര് തമ്മിലും സാമ്യമുണ്ട് എന്ന് പറഞ്ഞത്. അവരുടെ സാമ്യം എന്തായിരുന്നു? അവർക്ക് സ്കൂളിൽ പോകാനായിട്ട് ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആർക്കാ? കലാമിന് സ്കൂളിൽ പോകുക വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അവന് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അവനെ ചായക്കടയിലാണ് നിൽക്കുന്നത്. ചായക്കടയിൽ നിൽക്കുന്ന അവന് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല. അവന് എങ്ങനെയെങ്കിലും സ്കൂളിൽ പോകണം, പഠിക്കണം എന്നൊരു ആഗ്രഹമുള്ള കുട്ടി. അതേസമയം വേറൊരു കുട്ടീനെ കുറിച്ച് പറയുന്നത് രൺ വിജയ്. അവിടുത്തെ ടാണാക്കി ബേട്ടയാണ്. ടാണയത്തെ അവിടുത്തെ അയാളുടെ ബേട്ടയുടെ പേരാണ് ടാണാക്കി റാണാക്കി ബേട്ട രൺ വിജയ്. രൺ വിജയ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ കഴിവുള്ള നല്ല സമ്പന്ന കുടുംബത്തിലെ ഒരു കുട്ടിയാണ്. പക്ഷെ അവന് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല. കാരണം അവനെ സംബന്ധിച്ച് സ്കൂൾ എന്ന് പറഞ്ഞാൽ പരീക്ഷ എന്നുള്ള സംഭവത്തിനെ കുറിച്ച് പേടിച്ചിരിക്കുന്ന ഒരു കുട്ടി.
അല്ലെ. ഇനി അവരുടെ മുലാഖത്താണ് പറയുന്നത്, രണ്ടുപേരും കൂടിയുള്ള ആ കണ്ടുമുട്ടല്. അവിടെ ഒരു സംവാദം നടക്കുന്നുണ്ട്, അവർ തമ്മിൽ ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. ആ സംഭാഷണം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാഷണമാണ്. ഈ സംഭാഷണം നിങ്ങൾ പഠിക്കണം കേട്ടോ. എഴുതാനായിട്ട് തന്നെ എഴുതാൻ കിട്ടണം. എന്നുവെച്ചാൽ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്ന് മനസ്സിലാക്കി അവരുടെ തമ്മിൽ സംഭാഷണം വളരെ രസകരമായിട്ടുള്ള സംഭാഷണം. സാധാരണ രണ്ട് കുട്ടികൾ പരസ്പരം നമ്മൾ പറയില്ലേ, എന്താ വെച്ചാൽ രണ്ടുപേരും നല്ല ഡീൻ കടിക്കുന്ന കുട്ടികള്, നല്ല പൊങ്ങച്ചം പറയുന്ന രണ്ട് കുട്ടികളെ കുറിച്ചുള്ള സംഭാഷണമാണ് ഇവിടെ നോക്കാം. കലാം ആദ്യം ചോദിക്കുകയാണ്, ഇത്രയും സാരി കീത്ത. അവന് സ്കൂളിൽ പോകുന്നത് കാണാണ്ട് കുറെ പുസ്തകം പിടിച്ച് പോവാണ്. അപ്പൊ ചോദിക്കാണ്, ഇത്രയും സാരി കിതാബും ഇത്രയും പെരുത്ത് പുസ്തകവും ഇന്ന് കായേക്ക് ഹേ കായേക്ക് ഹേ കിസ്കി ഹേ കിസ്കെ ലിയേ ഹേ, ഇതെന്തിനാ നീ ഇത്രയും പുസ്തകം സ്കൂളിലേക്ക് കൊണ്ടുപോകണേന്ന്. അപ്പോ കലാം ഇത് ചോദിച്ചപ്പോ രൺവിജയിന് ദേഷ്യം വന്നു. രൺവിജയിനെ കളിയാക്കുന്ന പോലെ അല്ലെ, ഇത്രയും പെരുത്ത പുസ്തകം കൊണ്ട് നീ എന്തിനാ പോണേ ചോദിച്ചപ്പോ രൺവിജയ് ആ ദേഷ്യം അല്ലെ ഉള്ളിലുള്ള അമർഷത്തിനെ വേറൊരു ചോദ്യത്തിന്റെ രൂപത്തിൽ ചോദിക്കുകയാണ്. ആപ്ക്യാ അംഗ്രേസി നഹി ആത്തി ഹൈ ആത്തിക്യാ, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല അല്ലേ എന്ന്. ഞാൻ എന്തിനാ പുസ്തകം കൊണ്ടോണേ, അല്ലെങ്കിൽ എന്റെ ബുദ്ധിമുട്ട് എന്റെ വിഷമോ അല്ല പറയണത്. അവൻ പറയണേ, അവൻ തിരിച്ച് അങ്ങോട്ടൊന്ന് കളിയാക്കാൻ. ഇവൻ ചോദിച്ചു, കലാം ചോദിക്കണം, എന്തിനാ ഇത്രയും പുസ്തകം കൊണ്ടുപോണേന്ന്. അപ്പൊ അവൻ അങ്ങോട്ടൊരു ചോദ്യം, എന്താണ്, അപ്പോ അംഗ്രേസി നഹി ആത്തി ഹൈക്കാ ആത്തിക്യാ, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല അല്ലേ. അടുത്തൊരു ചോദ്യം. അതിനും കലാം ഒരു മറുപടി അല്ല പറഞ്ഞത്, എനിക്ക് ഇംഗ്ലീഷ് അറിയോ എന്നും അറിയില്ല എന്നൊന്നും അല്ല പറഞ്ഞത്. തിരിച്ച് വേറൊരു ചോദ്യം കേട്ടോ. ആ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. തെരക്കു പേപ്പർ ചെന്നാത്ത ഹൈ, അവൻ ചോദിച്ചു നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല അല്ലേ എന്ന്. അതിന് കലാം കൊടുത്ത മറുപടി എന്താണ്, നിനക്ക് മരം കയറാൻ അറിയില്ല അല്ലേ എന്ന്. തെരക്കോ തെരക്കോ തുംകോ പേപ്പർ ചെന്നാത്ത ഹൈ, നിനക്ക് മരം കയറാൻ അറിയോ. അടുത്ത ചോദ്യം, അവൻ ചോദിച്ചു നിനക്ക് ഇംഗ്ലീഷ് അറിയോ എന്ന്. അപ്പൊ അവൻ മറുപടി എന്താണ് പറഞ്ഞത്, നിനക്ക് മരം കയറാൻ അറിയോ എന്ന്. രൺവിജയ് ഹമേ ഗോഡേ പർ ചढ़ना आता है. രൺവിജയ് അപ്പൊ നേരെ വേറെ കാര്യമാണ്, മരത്തുമ കയറാൻ പറ്റുമോ എന്നല്ല ചോദിച്ചത്. പക്ഷെ അതിന് മറുപടി മരത്തുമ കയറാൻ പറ്റുമോ എന്നല്ല പറഞ്ഞത്, എനിക്ക് എന്തറിയാമെന്ന്, ഹമേ ഗോഡേ പർ ചढ़ना आता है, എനിക്ക് കുതിരപ്പുറത്ത് കയറാൻ അറിയാമെന്ന്. ഹമേ ഗോഡേ പർ ചढ़ना आता है, ആപ്കോ ഗുഡ്സവാരി ആത്തി ഹേ, നിനക്ക് ഗുഡ്സവാരി അറിയോ, കുതിര സവാരി നിനക്കറിയോ. എനിക്ക് കുതിരപ്പുറത്ത് പോകാൻ അറിയാം, നിനക്ക് കുതിരപ്പുറത്ത് കയറാൻ അറിയോ എന്ന്. കലാം മേരേക്കോ അവിടെ വിട്ടുകൊടുക്കുന്നില്ല. കലാം പറയാണ്, മേരേക്കോ മുജ്കോ, എനിക്ക് എന്താണ്, മേരെ പ്ലസ് കോ മുജ്കോ. മേരേക്കോ സ്കൂളിൽ പോകാത്തതായതുകൊണ്ടാണ് അവന്റെ ഭാഷയ്ക്ക് ഒരു ഇത്തിരി ഇത് വരുന്നത് കേട്ടോ. മേരേക്കോ എന്ന് നമ്മൾ പറയില്ല അല്ലെ, മുജ്കോ മേരേക്കോ ഊണ്ട് പർ ചढ़ना आता है, എനിക്ക് എന്താ അറിയാമെന്ന്, എനിക്ക് ഊണ്ട് എന്താ, ഒട്ടകം. എനിക്ക് കുതിരയുടെ പുറത്തല്ല, എനിക്ക് എന്താണ്, കുതിരയുടെ പുറത്ത് അറിയില്ല എന്ന് പറഞ്ഞില്ല, എനിക്ക് ഒട്ടകത്തിന്റെ പുറത്ത് പോകാൻ അറിയാമെന്ന്. पर चढ़ना आता है, तेरे को क्या ऊंट की दवा करनी आती है. ഊണ്ടിനെ ദവാ കണ്ണ, ചികിത്സിക്കാൻ. നീ വലിയ പഠിപ്പുള്ളവരല്ലേ, നിനക്ക് ഊണ്ടിനെ ചികിത്സിക്കാൻ അറിയോ. എനിക്ക് എന്താണ് ഊണ്ടിന്റെ, എനിക്ക് ഒട്ടകത്തിന്റെ പുറത്ത് പോകാനായിട്ട് എനിക്കറിയാം, നിനക്ക് എന്താ ഒട്ടകത്തിനെ ചികിത്സിക്കാൻ അറിയുമെന്ന്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടാണോ അവര് ചോദിക്കുന്നത്. രണ്ടു കുട്ടികൾ വെറുതെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ കുട്ടികളുടെ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ തർക്കങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ. അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആകാണ്. അപ്പൊ ഈ ഫസ്റ്റ് മുലാഖാത്ത് പറഞ്ഞു എന്താണ്, വളരെ മസേദാർ, വളരെ രസകരമായിട്ട് ഒരു കണ്ടുമുട്ടലാണ്. എന്ന് വെച്ചാൽ അവര് കണ്ടുമുട്ടിയപ്പോ തന്നെ അവരുടെ സംഭാഷണം കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം അല്ലെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന പോലെ. ഒരാള് ഇംഗ്ലീഷ് അറിയോ ചോദിച്ചപ്പോ അടുത്താൾ ചോദിക്കുന്നതാണ് മരം കയറാൻ അറിയോന്ന്. ഒരാള് കുതിരപ്പുറത്ത് പോകാൻ അറിയോന്ന് ചോദിച്ചപ്പോ അടുത്താൾ പറയുന്നത് നിനക്ക് ഒട്ടകത്തിന്റെ പുറത്ത് പോകാൻ അറിയോന്ന്. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്ത സംഭാഷണം, അതാണ് ഇവിടെ പറയുന്നത്. ഇൻ സംവാദവും കെ ബാദ്, പക്ഷെ ആദ്യം കാണുമ്പോ തന്നെ തർക്കിക്കുന്നവർ എന്തായാലും ഫ്രണ്ട്സ് ആവും അല്ലെ. അപ്പൊ ഇവരെന്താണ്, ഈ സംവാദവും കെ ബാദ്, ആദ്യം ഇവരിങ്ങനെ കുറെ തർക്കിച്ചെങ്കിലും ഈ തർക്കിക്കതിന് ശേഷം കലാം और രൺവിജയ് കെ ബീച്ച്, കലാമിന്റെയും രൺവിജയിന്റെ ബീച്ച് അവരുടെ ഇടയിൽ ഒരു ഒത്തുതീർപ്പിലെത്താണ്. രൺവിജയ് കെ ബീച്ച് ഗുഡ് സവാരി സീക്കണേ, ഒരാൾക്ക് ഗുഡ് സവാരി സീക്കണ പഠിക്കണം. ആർക്കാണ് ഗുഡ് സവാരി അറിയുന്നത്, കുതിര സവാരി അറിയുന്നത് ആർക്കാണ്, രൺവിജയനാണ്. അപ്പൊ രൺവിജയ് ആർക്ക് പഠിപ്പിച്ചു കൊടുക്കാമെന്ന്, കലാമിന് പഠിപ്പിച്ചു കൊടുക്കാമെന്ന്. ഗുഡ് സവാരി സീക്കന പഠിക്കുക, അവർ പേട് പർ ചढ़ना സിക്കാന, പേട് പർ ചढ़ना മരത്തുമ കയറാൻ പഠിപ്പിക്കുക. അത് ചെയ്യുന്ന കലാം. അപ്പൊ കലാം ഇത് കഴിഞ്ഞപ്പോ കലാം അവന്റെ കയ്യിൽ നിന്ന് ഗുഡ് സവാരി കുതിര സവാരി പഠിക്കുകയും അതിന് പകരം മരത്തുമ കയറാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യാണ്.
पर चढ़ना सिखाने के लेन देन അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കാൻ തുടങ്ങി. ദോസ്തി ഹോ ജാത്തി ഹൈ. അപ്പൊ രണ്ടുപേരും ദോസ്തി ആവുകയാണ്. എങ്ങനെ, ഏത് കണ്ടീഷനിലാണ്? അവരൊരു കണ്ടീഷൻ വെക്കാണ്, രണ്ടുപേരും ദോസ്തികളാവാണ്, രണ്ടുപേരും കൂട്ടുകാരായി, ഫ്രണ്ട്സ് ആയി. എന്ത് കണ്ടീഷനിലാണ്? ആരാണ് പഠിപ്പിച്ചു കൊടുക്കാം? രൺവിജയ് കുതിര സവാരി പഠിപ്പിച്ചു കൊടുക്കാം. അപ്പൊ രൺവിജയിൽ നിന്ന് കലാം കുതിര സവാരി പഠിക്കുകയും രൺവിജയിനെ എന്ത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും? മരത്തുമ കയറാൻ പഠിപ്പിക്കുക. രണ്ട് കാര്യങ്ങൾ കിട്ടിയോ? ഗുഡ് സവാരി സീക്കന പഠിക്കണം. ആരിൽ നിന്ന്? രൺവിജയിൽ നിന്ന്. അവർ പേപ്പർ ചടന സിക്കാന പഠിപ്പിക്കണം. സിക്കന സിക്കാന മീനിങ് വ്യത്യാസം മനസ്സിലായോ? സിക്കന എന്ന് വെച്ചാൽ പഠിക്കണം, ഗുഡ് സവാരി പഠിക്കുകയും ചെയ്യണം. അപ്പൊ ഇത് കലാമിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ? ഗുഡ് സവാരി പഠിക്കണം, അത് കഴിഞ്ഞ് പേപ്പർ ചടന സിക്കാന പഠിപ്പിക്കണം. ആരെ? രൺവിജയിന്. ഫിലിം കെ കിസ്സോമേ ഈ ഫിലിമില്, അപ്പൊ ഫിലിമിലെ കഥയുടെ ഭാഗമാണ് കേട്ടോ, സിനിമയിലത്തെ കഥയാണ് ഇവിടെ പറയുന്നത്. ഈ ഫിലിമിലെ കിസ്സ കഥയില് ഏക് യാദ്ഗാർ കിസ്സ, ഒരു യാദ്ഗാർ ഓർമ്മിപ്പിക്കുന്ന, എന്നും നമ്മൾ ഓർക്കുന്ന ഒരു സംഭവം, ഒരു കിസ്സ, ഒരു കഥയുണ്ട്. ചായക്ക് ദുക്കാൻ ചെന്നൈവാല, ഈ ചായക്കടയിൽ അവൻ നിക്കണേന്ന് പറഞ്ഞു. ആ ചായക്കട നടത്തുന്ന ഒരാളുണ്ടാവുമല്ലോ, ദുക്കാൻ വാല. ചായക്ക് ദുക്കാൻ ചലാനേ വാല, ഇത് നടത്തുന്ന ആള്, ഈ ചായക്കട നടത്തുന്ന ആള് കെ അതുരേതാ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള, പൂർത്തീകരിക്കാത്ത ഏക് തരഫ ഏകപക്ഷീയമായിട്ടുള്ള ഒരു പ്രേമത്തിനെ കുറിച്ച് ഇതിൽ പറയുന്നത് കവിയെ അപ്പൊ ഈ കഥയിലെ, ഈ സിനിമയിൽ ഇവരുടെ രണ്ടുപേരുടെ കാര്യം മാത്രമല്ലാന്ന് വേറെയും കഥയുണ്ട് അതിന്റെ ഉള്ളിൽ. ഒരു സിനിമയിൽ കുറെ കഥകൾ ഉണ്ടാവില്ലേ, കുറെ ഫാമിലീസിനെ കുറിച്ച് ഉണ്ടാവില്ലേ. അപ്പൊ ഇവിടെ ഒരു സംഭവം ആരെ കുറിച്ചാണ്? കലാം ഔർ രൺവിജയിനെ കുറിച്ച്. വേറെയും സംഭവം ഉണ്ട്, വേറെയും അതിൽ കഥ പറയുന്നുണ്ട്. ഈ ദുക്കാൻ നടത്തുന്ന ആള്, അയാളുടെ അതുരേ ഔർ ഏക് തരഫ പ്രേം, അയാളുടെ അതുരേ പൂർത്തീകരിക്കാത്ത ഏകപക്ഷീയമായിട്ടൊരു പ്രേമത്തിനെ കുറിച്ച്. അയാൾക്ക് വേറെ ആരോടോ പ്രേമം തോന്നുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് തിരിച്ചില്ല, ഏകപക്ഷീയമാണ്, അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് പൂർത്തീകരിക്കാത്ത ഒരു പ്രേമത്തിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. വേറൊരു ലഡിക്കനെ കുറിച്ച് പറയുന്നുണ്ട്. ജോ സുദൂർ സുദൂർ, വളരെ സുദൂർ ബീഹഡ് മേ, ഉയർന്നും താഴ്ന്നും, ബീഹഡ് മേ ബൈട്ട അമിതാഭ് കെ ഫിലിമേ, വളരെ ഉയരത്തിലും താഴ്ചയിലും ഇരിക്കുന്ന അമിതാഭിന്റെ ഫോട്ടോ, അമിതാഭ് ബച്ചന്റെ ഫോട്ടോസ് കുറെ കാണില്ലേ ഇതൊക്കെ. അങ്ങനത്തെ ആ വളരെ ഉയരത്തിലും താഴ്ചയിലും ഒക്കെ കാണുന്ന അമിതാഭ് ഫിലിം ആ അമിതാഭിന്റെ ഫിലിം കണ്ട് ഉൻകെ നക്കൽ കർക്കെ, അമിതാഭ് ബച്ചനെ അനുകരിക്കുന്ന, അനുകരിക്കുന്ന കൂദ് അമിതാഭ് ഹോ ജാനാ ചാഹതാ ഹൈ, സ്വയം അമിതാഭ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കുട്ടി, വേറെ കുട്ടിന്. അപ്പൊ ഈ ഫിലിമിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് കിട്ടി കഴിഞ്ഞപ്പോ അല്ലേ? ആരൊക്കെയാണ്? ഫസ്റ്റ് നമ്മുടെ ഇവിടെ മിഹിർ ശ്രദ്ധിച്ച രണ്ട് ക്യാരക്ടേഴ്സ് ആണ് കലാം ഔർ രൺവിജയ്. കാരണം അവന്റെ കുട്ടിക്കാലത്ത് മിഹിറും മോർബാനും ഉണ്ടായ പോലെ തന്നെയാണ് ഇവിടെ രൺവിജയും കലാമും തമ്മിലുള്ളത്. പക്ഷെ ഈ ഫിലിമിൽ വേറെയും ക്യാരക്ടർ ഉണ്ട്, ചായക്കട നടത്തുന്ന ഒരാളുണ്ട് എന്ന്. അയാളുടെ കഥയിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ ലവ് എന്താണ്? വൺ സൈഡഡ് ലവ് ആയിരുന്നു, അത് പൂർത്തീകരിക്കാത്ത ഒരു ലവ് ആയിരുന്നു. പിന്നെ പറയുന്നത് വേറൊരു കുട്ടീനെ കുറിച്ച് പറയുന്നുണ്ട്. സ്വയം അമിതാഭ് ബച്ചനാണെന്ന് പറഞ്ഞ് അമിതാഭിനെ പോലെ അയാളുടെ ഫിലിമൊക്കെ കണ്ട് അയാളാണെന്ന് അനുകരിച്ച് അയാളെ പോലെ തന്നെ ജീവിക്കാൻ ശ്രമിക്കുന്ന വേറൊരു കുട്ടി. ബസ് ഏക് ഫർക്ക് ഹൈ, പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഈ കഥയിലുള്ളത്. ഇനി ഇവിടെ പറയുന്നത് മിഹിറും മോർബാലും പോലെ തന്നെയാണ് കലാമും രൺവിജയും എന്ന്. പക്ഷെ ഏക് ഫർക്ക് ഹൈ, ഫർക്ക് വ്യത്യാസം. ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫിലിം മേ കലാം ദില്ലി മേ പഹുഞ്ചതാ ഹൈ. ഈ ഫിലിമില് നമ്മൾ അവിടെ മോർബാൽ ഒരു സ്ഥലത്ത് എത്തിയില്ല, പക്ഷെ ഈ ഫിലിമില് ദില്ലിയിലേക്ക് എത്തുന്ന കലാമിനെയാണ് നമ്മൾ കാണുന്നത്. ഫിലിം മേ കലാം ദില്ലി മേ പഹുഞ്ചതാ ഹൈ और उसे अपने पसंद के स्कूल जाने का मौका भी मिलता है. അവൻ ആഗ്രഹിക്കുന്ന പോലെ സ്കൂളിൽ പോകാനുള്ള जाने का मौका भी मिलता है. അവന് അതിനുള്ള അവസരം കിട്ടിയെന്ന്, സ്കൂളിലേക്ക് പോകാനുള്ള അവസരം അവന് ലഭിച്ചു. അവൻ വളരെയധികം ആഗ്രഹിക്കാന് ആ ആഗ്രഹത്തിന്റെ പോലെ അവന് സ്കൂളിലേക്ക് പോകാനായിട്ട് സാധിച്ചു. ലേക്കിൻ മേരെ ബച്പൻ മേ ഐസാ നഹി ഹോത്താ. പക്ഷെ എന്റെ ബച്പനില്, എന്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ സംഭവിച്ചില്ല എന്ന്.
മോർപാൽ കാ സ്കൂൾ 8वीं के बाद അവന്റെ ജീവിതത്തിൽ അവൻ മിഹിർ മോർപാൽ ഭയങ്കര ആഗ്രഹമുള്ള കുട്ടിയായിരുന്നു പഠിക്കണമെന്ന്. പക്ഷെ അവന്റെ ജീവിതത്തിൽ അവന് മോർപാലിന് അങ്ങനെ പഠിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഈ ഫിലിമിലെ കലാമിനെ പഠിക്കാൻ സാധിച്ചു, പഠിക്കാനുള്ള അവസരം കിട്ടി, അവന് സ്കൂളിൽ പോകാൻ സാധിച്ചു എന്ന്. दिल्ली में पहुंचता है और उसने अपने पसंद के स्कूल में जाने का मौका मिला था, അവസരം കിട്ടിയിരുന്നു. लेकिन मेरे बचपन में ऐसा नहीं होता, എന്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ സംഭവിച്ചില്ല. എന്റെ കുട്ടിക്കാലത്ത് ആരെ കുറിച്ചാ? മോർപാലിനെ കുറിച്ച്. മോർപാൽ കാ സ്കൂൾ 8वीं के बाद छूट जाता है. 8ാം ക്ലാസ്സോടുകൂടി അവന്റെ എന്താണ്, അവന്റെ സ്കൂൾ ലൈഫ് ചൂട്ട് ജാത്ത അവസാനിച്ചു. ചൂട്ട് ജാത്ത അവസാനിച്ചു എന്ന് എന്നിട്ട് വീണ്ടും ബ്രാക്കറ്റിൽ കൊടുക്കാണ്. അവസാനിക്കുകയല്ല, അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ചുടുവാ ദിയാ ജാത്ത ഹൈ, അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. और वह अपने पिता की तरह आज भी वह ഇന്നും മിഹിർ മോർപാൽ എന്താ ചെയ്യുന്നത്? അവന്റെ പിതാജിയുടെ കൂടെ കേത്ത് മസൂരി കർത്താ ഹൈ. കേത്ത് മസൂരി പാടത്ത് പണിയെടുത്ത് നടക്കുകയാണ്. അവൻ പറയാണ് ഇവിടത്തെ കലാമിന് സ്കൂളിൽ പോകാൻ പറ്റി, അവന് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റി. പക്ഷെ എന്റെ കുട്ടിക്കാലത്ത് എന്റെ ഫ്രണ്ടായ മോർപാലിന് സ്കൂളിൽ പോകാനായിട്ട് സാധിച്ചില്ല. അവൻ എന്താ സംഭവിച്ചത്? അവൻ 8ാം ക്ലാസ് ആയപ്പോഴേക്കും അവന്റെ ക്ലാസ് നിർത്തേണ്ട വരാൻ നിർത്തിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം അവന്റെ പാരന്റ്സിന്റെ കൂടെ, ഫാദറിന്റെ കൂടെ അവന് ജോലിക്ക് പോകേണ്ടതായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് ഇസിലിയെ മേരെ ലിയെ കലാം കി കഹാനി, ഈ കലാമിന്റെ കഥ 100 में 1 की कहानी, 100ൽ ഒരു കഥയാണ്. എന്നുവെച്ചാൽ ഏകദേശം എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ സംഭവിക്കുന്ന പറയില്ല. 100 കുട്ടികളിൽ നിങ്ങൾ ഒരാൾക്ക് മാത്രമാണ് ഈ കലാമിനെ പോലെ ഭാഗ്യം കിട്ടുള്ളൂ, ആഗ്രഹിച്ച പോലെ ജീവിതത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഹമേ ഞങ്ങള് ബാക്കി 100ൽ ഒരെണ്ണം പോയാൽ ബാക്കി എത്രയുള്ളത്? 99 പേരും കഹാനി കോ ഭി കഭി ഭൂൽനാ നഹി ചാഹിയേ ജോ ഹമാരെ ബച്പൻ മേ ഹൈ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായ പോലെ ബാക്കിയുള്ള 99 പേരും 99 കഥകളും എന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായ പോലത്തെ കഥയാണ് എന്ന്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ